വളരെ ആഴത്തിൽ ധ്യാനിക്കേണ്ട ഒന്നാണ് ജീവൻ്റെ അപ്പം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം മുഴുവനും പ്രതിപാദിക്കുക നിത്യജീവന്റെ അപ്പത്തെക്കുറിച്ചാണ്. 6-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങളിൽ പറയുന്നത് അപ്പം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. 5 അപ്പം 5000 പേർക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് വലിയ അടയാളം കാണിക്കുന്ന ഒരു ഈശോ. വീണ്ടും മുമ്പോട്ട് കടന്നു പോകുമ്പോൾ ജലത്തിന് മുകളിലൂടെ നടക്കുന്ന ഈശോയെ കാണുന്നുണ്ട്. തൻ്റെ ശരീരത്തെ ഏത് വിധേനയും മാറ്റാമെന്നാണ് ഈശോ അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. മുമ്പോട്ട് കടന്നു ചെല്ലുമ്പോൾ വീണ്ടും ജീവൻ്റെ അപ്പം. അവിടെ ഈശോ പറയുന്നുണ്ട്, നിങ്ങളിൽ പലരും എന്നെ അനുഗമിച്ചത് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതുകൊണ്ട് മാത്രമാണ്. നിത്യജീവൻ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് അടിയുറച്ച വിശ്വാസമാണ്. ഇതിൽ ആഴപ്പെടുമ്പോഴാണ് നിത്യജീവൻ്റെ ഭാഗമായി നിങ്ങളോരോരുത്തരും മാറ്റപ്പെടുക. നമുക്ക് ധ്യാനിക്കാം, ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതയിടങ്ങളിൽ ചില അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഒക്കെ ആവശ്യത്തിലല്ലേ നാം ഒക്കെ ക്രിസ്ത്യാനികളെന്ന് പറയുവാനായിട്ട് ധൈര്യപ്പെടുക. ഒരു വലിയ സങ്കടത്തിൻ്റെ ഇടയിലേക്ക് പ്രാർത്ഥനാനുഭവം ഉണ്ടായി, അത്ഭുതം അടയാളം ഉണ്ടായപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റം വന്ന് കാണാം. അതേസമയം തന്നെ ഒരുപാട് ഭക്തിയിലായിരുന്നവരുടെ ജീവിതത്തിലേക്ക് ചെറിയ സങ്കടം കടന്നു വന്നപ്പോൾ ഇവർ തന്നെ മറുസാക്ഷ്യമായിട്ട് മാറിയിട്ടുമുണ്ട്. വചനം ഓർമ്മിപ്പിക്കുന്നു, പലപ്പോഴും അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിറകെയാണ് മനുഷ്യർ പോവുക. ഹൃദയത്തിൻ്റെ കോണിൽ ആഴമായ വിശ്വാസത്തിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ ഓരോ കർമ്മങ്ങളും അടയാളങ്ങളും ഒക്കെ നമുക്ക് ജീവിതത്തിൽ അനുഭവവേദ്യമായിട്ട് മാറ്റപ്പെടുക. സ്വന്തം ശരീരവും രക്തവും ഭക്ഷണപാനീയങ്ങളായി നൽകുവാനായിട്ടാണ് ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചത്. നമുക്ക് ജീവനേകുവാൻ, നമ്മോടൊപ്പമാകുവാൻ വേണ്ടി അപ്പമായവനെ ആരാധിക്കേണ്ട ദിനമാണിന്ന്. നിത്യജീവൻ നമുക്ക് സമ്മാനിക്കുന്ന ആ വിശുദ്ധിയുടെ അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുവാനും അവൻ്റെ ജീവിതവുമായി അലിഞ്ഞു ചേരുമ്പോൾ ഉള്ളിലേക്ക് പോയ വിശുദ്ധിയുടെ വെണ്മയുടെ അപ്പത്തിൻ്റെ മഹനീയതകളൊക്കെ നമ്മുടെ ചെയ്തികളിലൂടെ, ഭാഷയിലൂടെ, പ്രവൃത്തിയിലൂടെ, സ്വഭാവത്തിലൂടെ, വികാരങ്ങളിലൂടെയൊക്കെ പ്രകടിപ്പിക്കുവാനുള്ള നന്മയും നമുക്കുണ്ടാവട്ടെ. നമുക്കൊന്ന് ചിന്തിക്കാം, നമ്മുടെ ജീവിതത്തിൽ നാമൊക്കെ ഇന്ന് ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുമ്പോൾ അത് എൻ്റെ ഹൃദയത്തിൻ്റെ കോണിലുള്ള അടിയുറച്ച ആഴമേറിയ വിശ്വാസം കൊണ്ട് മാത്രമാണോ, അതോ ഏതെങ്കിലുമൊക്കെ നന്മ എനിക്ക് ലഭ്യമായതിൻ്റെ സംതൃപ്തിയിലാണോ ഞാനിന്ന് ക്രിസ്ത്യാനി എന്ന് പറയാൻ അഭിമാനിക്കുക? ആഴമേറി ചിന്തിക്കാം. ഒരുപക്ഷെ നമ്മളറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുപോലെയുള്ള ഏതെങ്കിലുമൊക്കെ ചിന്തയിൽ നമ്മുടെ മനസ്സും ഒന്ന് ഉടക്കി കിടപ്പുണ്ടാവാം. അത് തുടച്ചു നീക്കിക്കൊണ്ട് ആഴമേറിയ വിശ്വാസം കൊണ്ട് മാത്രം ഈശോയെ അനുധാവനം ചെയ്യുന്നവരാകുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചുറ്റുവട്ടങ്ങളിലൊക്കെ രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ അമ്മ മാതാവിനോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു. വണക്കമാസത്തിൻ്റെ ആ വലിയ നന്മ നമുക്ക് അനുഗ്രഹമായി മാറട്ടെ. ദിവ്യകാരുണ്യമായി ഈശോയോട് ചേർന്ന് നിത്യജീവൻ്റെ അപ്പം ഞങ്ങൾക്കും ലഭ്യമാകുവാൻ ഞങ്ങളെ ഉപകരണമാക്കണമേ, യോഗ്യരാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഇവ നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.